ഇനി മറ്റൊരു വാർത്ത, അതും ഹൈക്കോടതിയിൽ തന്നെയാണ്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിയമസഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അതിജീവിതയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാരോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു. ഡാനിയാണ് തുടരുന്നത്. ഡാനി, ഈ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വിധി പറയുമ്പോൾ അത് നിർണായകമാണല്ലോ ഈ PG മനുവിന്. തീർച്ചയായും എൽദോ, കാരണം ഇതിൽ PG മനുവിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് തൊഴിലിടത്തെ ശത്രുക്കൾ ആണ് ഇത് ഈ കേസിന് പിന്നിൽ എന്നുള്ള ഒരു വാദം മാത്രമാണ് ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. അതിനെ ഇവരെ ഇരയാക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ ഒരു വിശദീകരണമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ പെൺകുട്ടി നേരത്തെ തന്നെയും അത് മറ്റൊരു പീഡന കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയാണ്, അതിജീവിതയാണ്. അവരാണ് അവരുടെ ഒരു ദുരനുഭവങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നു, പരാതിയായിട്ട് നൽകുകയും ചെയ്തിരുന്നത്. അവർ നിയമസഹായം എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം പോകുന്നതിന് കാര്യങ്ങളിലേക്ക് അന്വേഷിക്കാൻ ചെന്നവർ പലതവണ തന്നെ പീഡിപ്പിച്ചു. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിലെത്തി അടക്കം തന്നെ ബുദ്ധിമുട്ടുകയുണ്ടായി. ഇതെല്ലാം തന്നെ അവർ കോടതിക്ക് മുൻപാകെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് പുറത്തു വരുമ്പോൾ, ഇവരുടെ പരാതി വരുമ്പോൾ തന്നെ അഡ്വക്കേറ്റ് ജനറൽ പ്ലീഡർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിക്കുകയും രാജി എഴുതി വാങ്ങിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഇതിന് പിന്നിൽ തൊഴിലിടത്തെ ശത്രുക്കളാണ്, തനിക്കെതിരെയുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PG മനു കോടതിയിൽ തന്നെ സമീപിക്കുകയും ചെയ്യുന്നത്. ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ഉയർന്നു വരുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഇത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് വേണ്ടി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് PG മനു ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വാദമുഖങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. അതിജീവിത നൽകിയ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പലതവണ അവർക്ക് വാട്സപ്പിലടക്കം സന്ദേശങ്ങൾ അയക്കുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത് ബുദ്ധിമുട്ടിച്ചു എന്നെല്ലാം തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതെല്ലാം തന്നെ വിശദാംശങ്ങൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ഇന്ന് ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, ഞാൻ ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഡാനിയിൽ നിന്ന് തേടിയ ശേഷം ഞാൻ ഡാനിയെ ഫ്രീ ആക്കാം. ഡോക്ടർ ഷാഹനയുടെ മരണത്തിൽ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് P. ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്.